രാഹുൽ, ഈ നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കത്തിക്കാൻ കേന്ദ്രത്തിന്റെ വക ഒരു തീയാണോ FCRA? അല്ല, സ്വാഭാവികമായിട്ട് നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് FCRA എന്ന് പറയുന്ന വിഷയം, കോൺട്രിബ്യൂഷൻ ആക്ട്. അതെ, ഇതിലിപ്പോ ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് ഇവിടുത്തെ മത നേതാക്കന്മാരെല്ലാം, അതായത് ക്രൈസ്തവ മത നേതാക്കന്മാരെല്ലാം ഇടഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യത്തിലാണ്. ഇത് ആർക്ക് ഏണിയാകും എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ ഉള്ളത്. സ്വാഭാവികമായിട്ട് ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നൊരു ബില്ലാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ തന്നെ പാരയാകാൻ പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ ഇത് കത്തിക്കാനാണ് ഇവിടുത്തെ ബാക്കിയുള്ള ആളുകളെല്ലാം ശ്രമിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ക്രിസ്ത്യൻ സഭകൾ വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അത് BJPക്ക് വോട്ട് ചെയ്യുന്ന ക്രിസ്ത്യൻ വിഭാഗത്തിലെ കുറെ ആളുകളുണ്ട്. ഈ ക്രിസ്ത്യാനികളെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിലുള്ള BJPയുടെ ഒരു നയമുണ്ട്, അല്ലെങ്കിൽ BJPയുടെ ഒരു തന്ത്രമുണ്ട്. ഇത് പൊളിയും എന്നതിന്റെ ഒരു ഭാഗം തന്നെയാണ് FCRA എന്ന് പറയുന്നത്. BJPക്ക് പണി കിട്ടുന്നതുകൊണ്ട് കൃത്യമായിട്ട് ആളുകളുടെ ഇടയിൽ തന്നെ ഇപ്പൊ ഏറ്റവും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന വിഷയമാണിത്. അല്ലാതെ സിസ്റ്റർമാരെ സ്വാഭാവികമായിട്ട് അതെ അതെ ഇപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. എന്നാലും ക്രിസ്സംഖികൾ എന്ന് വിളിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അതായത് ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള സംഘപരിവാറിന് വോട്ട് കൊടുക്കുന്ന BJPക്ക് ആഭിമുഖ്യമുള്ള ആളുകൾ. ഇവരെ തിരിച്ചു കൊണ്ടുവരാൻ ചിലപ്പോൾ ഈ ബില്ലിലൂടെ കഴിഞ്ഞേക്കാം എന്നാണ് ചില ആളുകൾ വിശ്വസിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലിനെ കൂടുതൽ എതിർക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ തന്നെയാണ്. അത് മുസ്ലിം വിഭാഗമാണെങ്കിലും ക്രൈസ്തവ വിഭാഗമാണെങ്കിലും ആ വിഭാഗങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ തുടങ്ങിയ വിദേശ സംഭാവന സ്വീകരിക്കുമ്പോൾ ബാധിക്കുന്ന നിയമമാണ് FCRA എന്ന് പറയുന്നത്, വിദേശ സംഭാവന നിയന്ത്രണ നിയമം. അതായത് 2011 ഈ നിയമം പാസ്സാകുന്നത്. പക്ഷെ ഈ 2011 ഈ നിയമം പാസ്സായെങ്കിലും പിന്നീട് BJP വന്നതിന് ശേഷം, BJP അധികാരത്തിന് ഏറിയ ശേഷമാണ് രാഷ്ട്രീയപരമായിട്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങിയത്. എതിർ ചേരിയിലുള്ള ആളുകളെ എങ്ങനെയെങ്കിലും കുടുക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് ഇപ്പോൾ ഈ ബില്ലുമായിട്ട് BJP മുന്നോട്ട് പോയിട്ടുള്ളത് എന്നാണ് ഒരു വിഷയം, ആളുകൾ പറയുന്ന ഏറ്റവും വലിയ വിഷയം. അതായത് ഒരു വർഷം ഇന്ത്യയിലേക്ക് വരുന്ന പൈസ എന്ന് പറയുന്നത് ശരാശരി 22,000 കോടി രൂപയാണ് ഒരു വർഷം വിദേശ സംഭാവനയായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ അത്രയും വലിയൊരു തുകയാണ് വിദേശ നിക്ഷേപമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ 2011 ഈ ബില്ല് വന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും 2014 ശേഷമാണ് ഈ ബില്ലിനെ സംബന്ധിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ, അതായത് BJP വലിയ രീതിയിൽ ഈ ബില്ലിനെ ഉപയോഗിക്കാൻ തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് 2011 ഈ ബില്ല് വന്നെങ്കിലും 21,000 FCRA രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2014 ശേഷമാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അതായത് 2014 ശേഷമാണ് കൂടുതൽ FCRA, അതായത് 21,000 രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്ഥാപനങ്ങളെ കേന്ദ്ര സർക്കാരിന് കൈയടക്കി വെക്കാനുള്ള അവകാശം. അതായത് ഈ പുതിയ രീതി, അതായത് പുതിയ ബില്ല് അമെൻഡ്മെന്റ് വരുന്ന ഒരു ഭാഗമായിട്ട് നിലവിൽ രാജ്യത്ത് ഏകദേശം 15,000 ഉള്ളത് FCRA ബില്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബില്ലിന്റെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് ഈ ബില്ല് വഴി, അതായത് ആ ഒരു FCRA രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ നോക്കുമ്പോൾ നല്ലതല്ലേ രാഹുൽ? അതായത് തീവ്രവാദം ഒക്കെ വളർത്താനായിട്ട് വിദേശത്ത് നിന്ന് ഫണ്ട് വരുന്നു, ഇവിടെ മുസ്ലിം സംഘടനകൾക്ക് വരുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അങ്ങനെ വരുന്നുണ്ട്. പക്ഷെ നിയന്ത്രിക്കാൻ ഒരു ഘടകം അത് നല്ലതല്ലേ? പക്ഷെ ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് സർക്കാരിന് പറ്റാത്ത ആളുകളെ ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ സർക്കാരിന് കൈയടക്കാൻ ഇത് വെച്ച് കഴിയുമെന്നൊരു യാഥാർത്ഥ്യമാണ്. അതായത് ഈ ബില്ല് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം ആ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിൽ രാജ്യവിരുദ്ധമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഒന്നുമില്ല. സർക്കാരിൽ അങ്ങനെ ഒരു ന്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ സർക്കാർ അത് അങ്ങനെ വലിയ പരിശോധനയൊന്നുമില്ല, ഒരു ഏജൻസി ഒന്നുമില്ല. സർക്കാർ അതായത് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം, ഫണ്ട് എവിടെ വന്നു, ഏത് തരത്തിൽ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു അന്വേഷണം നടത്താൻ വേണ്ടി കേന്ദ്ര സർക്കാരാണ് കൊടുക്കേണ്ടത്. അതായത് കേന്ദ്ര സർക്കാരാണ് അന്വേഷിക്കുന്നത്. ഇതിലെ സംബന്ധിച്ച് ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് BJP അധികാരത്തിലേറിയ ശേഷമാണ് ഈ FCRA രജിസ്ട്രേഷൻ രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചു തുടങ്ങിയത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ആക്ഷേപം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഇപ്പോൾ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ, രാജീവ് ഗാന്ധി ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നീ സംഘടനയിലെ FCRA രജിസ്ട്രേഷൻ ലൈസൻസ് 2022 വിലക്കപ്പെട്ടു. അപ്പോ അതായത് രാജ്യവിരുദ്ധമായിട്ട് ഉപയോഗിക്കണമെന്നൊന്നുമില്ല, ഇവർക്ക് തോന്നുന്ന ആളുകൾ ഇപ്പോ കേന്ദ്ര സർക്കാരിന് ഇന്ന ആളെ പൂട്ടണം, അവർ സ്ക്രീൻ ചെയ്യും, കട്ട് ചെയ്യും. അതെ, കട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പിന്നീട് ആ ട്രസ്റ്റ് മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലാണ്. അവർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്ന പോലെ, രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ ഉപയോഗിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ മത സംഘടനകളെ
തന്റെ കയ്യിലാക്കാൻ അല്ലെങ്കിൽ പക്ഷേ രാഹുൽ അതില് മതസംഘടനകളുടെ കാര്യം പറയുമ്പോൾ ഈ രാഷ്ട്രീയ വൈരം തീർക്കാനായി ചെയ്യുന്നത് തെറ്റാണ്. അത് പറ്റില്ല. അതെന്തിനാണ് ഈ പറയുന്നത് ചെയ്യുന്നത്? അല്ല, ഇതിലെല്ലാം പെടും. ഇവിടുത്തെ NGO-കളാണെങ്കിൽ പെടും. അതായത് വിദേശ നിക്ഷേപം എന്ന് പറയുന്നത് സൊസൈറ്റികൾ, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പെടും. ട്രസ്റ്റുകൾ, സൊസൈറ്റികൾ, സംഘടനകള് തീവ്രവാദം വളർത്തുന്നു എന്നുള്ള ഒറ്റ കാരണമാണ് ഈ പിടി വെക്കാൻ കാരണം. അതെ, അതിന്റെ പേരിലാണെങ്കിൽ പോലും അതിന്റെ മറവിലാണെങ്കിൽ പോലും ചില കാര്യങ്ങൾ കുത്തിക്കയറ്റിയിട്ട് ഇതിനെ കയ്യിലടക്കം. ഇപ്പോൾ ക്രിസ്തീയ സഭകൾ, ഇപ്പൊ KCBC ആണെങ്കിൽ പോലും ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഇപ്പോ MP-മാർ, ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട് ഇലക്ഷൻ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ട് MP-മാര് ഈ നിലവിൽ ഇപ്പോൾ തന്നെ കേന്ദ്രത്തിൽ പോയി ഇതുമായി ബന്ധപ്പെട്ട് ഇടപെടണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇപ്പൊ നിലവിൽ ഒരുപാട് വിഷയങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട്. BJP പൂട്ടാനുള്ള പണികൾ ഒരുപാട് അതിനകത്തുണ്ട്. ഇത് BJP ലക്ഷ്യം വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ക്രിസ്തീയ സഭകളാണെങ്കിൽ പോലും കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ട് ഇപ്പോഴല്ല ഇതിന് വിഷയം വരുന്നത്, ഭാവിയിലാണ് ഇതിന് വിഷയം വരാൻ. അല്ല രാഹുലെ, അത് പറയുന്ന പോലെ അതൊക്കെ ശരിയാണ്. ഈ വരുന്ന മറ്റിപ്പോ എവിടെ നിന്നല്ല ഏതെല്ലാം വിദേശ രാജ്യത്തുനിന്ന് ഈ ക്രിസ്ത്യൻ സഭകളിൽ ഇതിന്റെ മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോ സർക്കാർ അത് ഫ്രീസ് ചെയ്തു അല്ലെങ്കിൽ മരവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാരിന് അത് നടത്താം, സർക്കാരിന് വേണമെങ്കിൽ അത് വിൽക്കാം. അതായത് ഇപ്പോ ക്രിസ്ത്യ സഭയുടെ കയ്യിലിരിക്കുന്ന ഒരു സഭ, ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ്, അതിന് വിദേശത്ത് നിന്നും ഫണ്ട് വന്നു. ആരെങ്കിലും ഉന്നയിക്കുകയാണ് ഈ സഭ ഈ പൈസ മതമാറ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറയുകയാണ്. കേന്ദ്ര സർക്കാർ വരുന്നു, ഈ ലൈസൻസ് റദ്ദാക്കുന്നു, ഈ കെട്ടിടം ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഈ ട്രസ്റ്റ് ഏറ്റെടുക്കുന്നു. പിന്നീട് സർക്കാരാണ് നടത്തുന്നത്, സർക്കാർ പറയുന്ന ആൾക്കാരാണ് നടത്തുന്നത്, സർക്കാർ ഏൽപ്പിക്കുന്ന ആൾക്കാരാണ് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും BJP അല്ലെങ്കിൽ അത്തരത്തിലുള്ള BJP ആണല്ലോ കേന്ദ്രം ഭരിക്കുന്നത്. അപ്പൊ അവർക്ക് ഇഷ്ടക്കാരായിട്ടുള്ള ആളുകൾ ഇത് ഭരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോ കേരളത്തിലാണ് ഏകദേശം 1000 FCRA രജിസ്ട്രേഷൻ ഉണ്ട്. അപ്പോ ഒരു സംഘടന BJPക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നില്ല, BJP വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം, ഇവിടുത്തെ സർക്കാരുകളെയൊക്കെ എങ്ങനെയാണ് BJP പൂട്ടുന്നതെന്ന്. കേന്ദ്ര ഏജൻസികളെ അയച്ചുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ FCRA രജിസ്ട്രേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സംഘടനകളെ എല്ലാം നിയന്ത്രണത്തിലാക്കാം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാണ് BJP മുന്നോട്ട് പോകുന്നത്. അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്രിസ്തീയ സഭകളാണെങ്കിലും ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ട്രസ്റ്റുകളാണെങ്കിലും ഇപ്പോൾ സ്കൂളാണെങ്കിൽ പോലും ഇത് മരവിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേന്ദ്ര സർക്കാരിനെ ഏറ്റെടുക്കാം. മരവിപ്പിക്കാൻ വേണ്ടി 180 ദിവസം കൊടുക്കും. അതിനുശേഷം പിന്നീട് ലൈസൻസ് റദ്ദായി കഴിഞ്ഞാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനാണ്. കേന്ദ്ര സർക്കാർ പറയുന്ന ആൾ, അത് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്യുന്ന ഒരാളായിരിക്കും. അയാൾ വന്ന് ആ ട്രസ്റ്റ് നോക്കി നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ആ ട്രസ്റ്റ് കൈവശം വെച്ചിരിക്കുന്ന ആളുകൾക്കൊന്നും അതിനൊരു അവകാശവും ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകും. അതാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ക്രിസ്ത്യൻ സഭയുടെ ആണെങ്കിലും മുസ്ലിം സഭയുടെ ആണെങ്കിലും അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രസ്റ്റ്, അവരുടെ കയ്യിലുള്ള ഒരു ട്രസ്റ്റ്, അത് അവർ കൈവിട്ടു പോകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ നിയമം ഇതിലെ ചില ഭേദഗതികൾ വരുന്ന ഒരു സാഹചര്യത്തിൽ മുഴുവനായിട്ടും പിന്നീട് സർക്കാരിന് വിൽക്കാം. ഇത് അങ്ങനെ ചെയ്യുന്നില്ല എന്ന് തെളിയിച്ചാൽ പോലും അതാണ് ഞാൻ ചോദിക്കുന്നത്, അവിടെയാണ് വിഷയം. ആ കാലഘട്ടം കൊണ്ട് സർക്കാരിന് ഇത് വിൽക്കാൻ കഴിയുമെന്നുള്ള പുതിയൊരു നിയമ ഭേദഗതി കേന്ദ്ര സർക്കാരിന് വിൽക്കാം, വേറെ ആർക്ക് വേണമെങ്കിലും വിൽക്കാം. അതായത് സർക്കാരിനെ നോക്കി നടത്താം, സർക്കാരിന് ഇത് വേറെ ആളെ ഏൽപ്പിക്കാം, സർക്കാരിന് ഇത് വിൽക്കാം, എന്നിട്ട് ഈ പൈസ മുഴുവൻ സർക്കാരിന് എടുക്കാം. ഈ കിട്ടിയ പൈസ ഈ പൈസ അതായത് ആ ട്രസ്റ്റിന്റെ മുഴുവൻ പൈസയും സർക്കാരിന് എടുക്കാം, സർക്കാരിന്റെ ഖജനാവിലോട്ട് പോകും, കേന്ദ്ര സർക്കാരിന്റെ ഖജനാവിലേക്ക് പോകും. അത് വേറെ ആർക്കെങ്കിലും വിൽക്കുക, ആ ട്രസ്റ്റ് വേറെ ആർക്കെങ്കിലും വിൽക്കുന്നു, എന്നിട്ട് ആ പൈസയും കേന്ദ്ര സർക്കാരിന് എടുക്കാം. ഇപ്പൊ നടത്താൻ കഴിയുന്നില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ആ ട്രസ്റ്റ് വിൽക്കുക, കേന്ദ്ര സർക്കാരിന് പണം എടുക്കാം. അത്തരത്തിലേക്ക് പോകും. അത് ഇപ്പോഴല്ല ഇതിനൊരു വിഷയം വരാൻ പോകുന്നത്, ഭാവിയിൽ ഇത്തരത്തിലുള്ള ട്രസ്റ്റുകൾക്കല്ല വലിയൊരു പണി കിട്ടാം. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ ഉടനീളം ക്രിസ്ത്യൻ സംഘടനകൾ ഇഷ്ടം പോലെ. അത് ക്രിസ്ത്യൻ സംഘടനകൾക്ക് ഭാവിയിൽ പണി കിട്ടാം. സംഘടനകളും ഉണ്ട്. അതായത് അവസാന സമയം ആകുമ്പോഴത്തേക്കും ഇവർക്ക് ഇപ്പോ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ചുകൊണ്ടൊക്കെയാണ് ഇവിടുത്തെ ക്രിസ്തീയ സഭകളെല്ലാം മുന്നോട്ട് പോകുന്നത്. പക്ഷെ ഒരു സമയം വരുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളെ താങ്ങാൻ കഴിയില്ല എന്ന് ഇവിടുത്തെ ക്രിസ്തീയ സഭ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാ നിന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കാം എന്നുള്ള രീതിയിൽ ഇവരെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഈ ഒരു ബില്ല് ഇപ്പോ പാസ്സാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. ക്രിസ്ത്യൻ സഭകളെ മാത്രം നമ്മൾ പറയണ്ട, ഇവിടുത്തെ മുസ്ലിം SDPI പോലുള്ള സംഘടനകൾക്കൊക്കെ കാശ് വെളിയിൽ നിന്ന് വരുന്നത് സ്വാഭാവികമായിട്ടും അവരിവിടെ ഈ കാണിക്കുന്ന മേടുകളെല്ലാം ആ കാശ് കൊണ്ടാണ്. സ്വാഭാവികമായിട്ടും ചില ആളുകളെ മാത്രം ഉദ്ദേശിക്കുന്നത് അതാണെങ്കിൽ നല്ല കാര്യം അല്ലെ, എല്ലാവരെയും പൂട്ടിടാ. ഇതുകൊണ്ട് ക്രിസ്ത്യൻ സഭകളെ പൂട്ടിടാം, ചാരിറ്റബിൾ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. അല്ല, സ്വാഭാവികമായിട്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾ വരുന്നത് ക്രിസ്ത്യൻ സഭയ്ക്കെതിരെയാണ്. അവർ തമ്മിൽ അടിയുണ്ട്. അല്ല, മതപരിവർത്തനം എന്ന് പറയുന്നത് ഏറ്റവും
ഏറ്റവും കൂടുതലും ചെയ്യുന്നത് ക്രിസ്തീയ സഭയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനം ക്രിസ്തീയ സഭകളിലുണ്ട്. അതുകൊണ്ട് രാഹുലെ, അതല്ലാതെ സീറോ മലബാർ സഭയും അല്ലാതെ ചില സഭകളും തമ്മിൽ കാശിന്റെ കാര്യത്തിൽ തല്ലിവിടെ എറണാകുളത്ത്. അതെ അതുണ്ട്. പക്ഷെ ഇതിന്റെ മെയിൻ കോർ എന്ന് പറയുന്നത് വിദേശ നിക്ഷേപം വാങ്ങിച്ച് മതമാറ്റം ചെയ്യുന്നു. അതിനെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ കേരളത്തിലെ സഭകളാണെങ്കിൽ പറയുന്നത് ഞങ്ങൾ വിദേശ നിക്ഷേപം വാങ്ങിച്ചിട്ട് ഒരു വിരുദ്ധ പ്രവർത്തനവും ചെയ്യുന്നില്ല, ഒരു മതപരിവർത്തനവും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആരെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ തന്നെ കേന്ദ്ര ഏജൻസികൾക്ക് വന്നിത് കൈക്കലാക്കാനുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഇതിൽ ബാക്കിയുള്ള ഇപ്പം വരുത്തിയ ഭേദഗതികൾ ബില്ല് ഒന്നുകൂടി പരിശോധിച്ച് എങ്ങനെയാണോ വേണ്ടുന്നത് ആ രീതിയിലേക്ക് മാറ്റണം എന്നുള്ള, ട്രസ്റ്റിന് നഷ്ടമാവരുത് എന്ന രീതിയിൽ അതെ ആക്കണം എന്നാണ് അവര് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സ്വാഭാവികമായിട്ട് അടുത്ത ബില്ല് വരുന്ന ഒരു സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഇത് വിൽക്കാനും നടത്തിക്കൊണ്ടുപോകാനുള്ള അവകാശം ലഭിക്കും. അത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മോണിറ്ററിംഗ് നടക്കും. ഈ വരുന്ന ഫണ്ടിനെ സംബന്ധിച്ച് എവിടുന്ന് കാശ് വന്നു, അതൊരു നല്ല കാര്യമാണ്. അല്ല, സ്വാഭാവികമായിട്ടും അതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പോ FCRA ലൈസൻസ് കൊടുക്കുന്ന ആ രീതിയിൽ തന്നെയാണ് കൊടുക്കുന്നത്. ഇത് അവിടെയല്ല വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എത്ര ഫണ്ട് വരുന്നുണ്ട്, എല്ലാത്തിനും കൃത്യമായ കണക്കുണ്ട്. എല്ലാത്തിനും കൃത്യമായിട്ടുള്ള കണക്കുണ്ട്, കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളുണ്ട്. പക്ഷെ അത് പരിധിയിലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ അവര് നമ്മൾക്ക് പറ്റുന്നില്ല, നാളെ പറയുകയാണ് ഞങ്ങൾ BJPക്ക് സപ്പോർട്ട് ഇല്ല എന്ന് പറയുന്ന ഏത് സംഘടനയാണോ ഏത് സഭയാണോ ഉള്ളത്, ആ സഭയെ കൈകാര്യം ചെയ്യാനുള്ളൊരു സംവിധാനമായിട്ട് FCRA ബില്ല് കൊണ്ടുപോകും. അതുകൊണ്ടാണ് അവരിപ്പോ എതിർത്തുകൊണ്ട് മുന്നോട്ട് വരുന്നത്. അപ്പൊ ഇത് ശരിക്കും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? തെരഞ്ഞെടുപ്പിനെ ബാധിക്കും വലിയ രീതിയിൽ. തീർച്ചയായിട്ടും ക്രിസ്തീയ സഭകളിലുള്ള അല്ലെങ്കിൽ ക്രിസ്തീയ വിഭാഗത്തിലുള്ള BJPക്ക് പോകുന്ന, സംഘപരിവാറിന് പോകുന്ന ഈ ക്രിസ്സംഖ്യ വോട്ടുകൾ എന്ന് പറയുന്ന വോട്ടിൽ വലിയൊരു ഇടിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്.